നേതാവ് ആനന്ദ് തമ്പിയുടെ മരണത്തിൽ ബി.ജെ.പി. നേതൃത്വത്തെ തള്ളി ആർ.എസ്.എസ്. നേതാക്കളുടെ മൊഴി. ആനന്ദ് സജീവ ആർ.എസ്.എസ്. പ്രവർത്തകൻ. വാർഡിലെ സ്ഥാനാർത്ഥി നിർണയ യോഗത്തിലും ആനന്ദ് പങ്കെടുത്തു എന്നും മൊഴി. 7 വർഷമായി ആനന്ദ് ആർ.എസ്.എസിൽ ഇല്ലെന്നായിരുന്നു ബി.ജെ.പി. ജില്ലാ സെക്രട്ടറി കരമന ജയന്റെ വാദം. ബി.ജെ.പിക്കാരനെ അല്ലെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷും പറഞ്ഞിരുന്നു. വി.എസ്. അനുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനു, ബി.ജെ.പി. നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം നല്ല തിരിച്ചടിയാണ്. ആർ.എസ്.എസ്. തിരിച്ചു പറഞ്ഞിരിക്കുകയാണല്ലേ ആനന്ദിന്റെ കാര്യത്തിൽ? തീർച്ചയായും ലക്ഷ്മി, കഴിഞ്ഞ ദിവസം തിരുമലയിൽ ജീവനൊടുക്കിയ ആനന്ദ് ബി.ജെ.പിക്കാരനെ അല്ല, 7 വർഷമായി ആർ.എസ്.എസുമായും ബന്ധമില്ല എന്നുള്ളതായിരുന്നു നേരത്തെ തിരുവനന്തപുരം ബി.ജെ.പി. സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ, അതുകൂടാതെ തന്നെ ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് എന്നിവർ പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. ഈ ആനന്ദ് ജീവനൊടുക്കിയ സംഭവത്തിൽ കേസന്വേഷിക്കുന്ന പുജപ്പുര പോലീസിൽ പ്രാദേശിക ആർ.എസ്.എസ്. നേതാക്കൾ മൊഴി നൽകിയിട്ടുണ്ട്. ആനന്ദ് സജീവ ആർ.എസ്.എസ്. പ്രവർത്തകരായിരുന്നു. മാത്രമല്ല, തൃക്കണ്ണാപുരം വാർഡിലെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന യോഗത്തിൽ ആനന്ദ് പങ്കെടുത്തിരുന്നു. തിരുമല നഗർ കാര്യവാഹ് രാജേഷാണ് ആനന്ദിനെ യോഗത്തിലേക്ക് വിളിച്ചത്. തൃക്കണ്ണാപുരം ശ്രീ ചക്രത്തിൽ ശിവക്ഷേത്രത്തിൽ വെച്ചാണ്, ക്ഷേത്രത്തിലെ ഹാളിൽ വെച്ചാണ് ഈ പറയുന്ന യോഗം നടന്നത്. പക്ഷെ അതേസമയം ആനന്ദ് ഈ സ്ഥാനാർത്ഥിയാകാനുള്ള ആഗ്രഹം, അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. പക്ഷേ വീട്ടുകാരോട്, അതായത് ആനന്ദിൻ്റെ അച്ഛനോടും ഭാര്യാപിതാവിനോടും ഇങ്ങനെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു എന്നുള്ള കാര്യം പിന്നീട് പറഞ്ഞതായി അവർ പറയുന്നു. ഏതായിരുന്നാലും ആനന്ദ് ബി.ജെ.പിക്കാരനെ അല്ലെങ്കിൽ ആർ.എസ്.എസുകാരനെ അല്ല എന്നുള്ള ബി.ജെ.പി. ജില്ലാ നേതാക്കളുടെ വാദങ്ങളെ പൂർണ്ണമായി തള്ളുകയാണ് ആർ.എസ്.എസിൻ്റെ ജില്ലാ പ്രാദേശിക നേതൃത്വങ്ങൾ. ശരി, വി.എസ്. അനുവാണ് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.